നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ലൊരു കോവയ്ക്ക ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. കഴുകി ക്ലീൻ ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്യുന്നു. ചൂടായ മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായ കോവയ്ക്ക കഷ്ണങ്ങളും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് 1 മിനിറ്റോളം സമയം ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് വേവിക്കാവുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചതച്ച മുളക് 1 ടേബിൾ സ്പൂണും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇതിലേക്ക് വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നന്നായിട്ട് കുക്കാവുന്നതിനായിട്ട് വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. അടപ്പ് തുറന്ന് തന്നെ ചെറു തീയിലിട്ട് നമുക്ക് ഒരു 5 മിനിറ്റോളം സമയം നമുക്കിതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കോവയ്ക്ക ഫ്രൈ ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.